ഹായ് ഹായ് ഹലോ ഓൾ നമസ്കാരം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് ഓണത്തിരക്കുകളും കാര്യങ്ങളായി അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഡിലേ ആയത്. പിന്നെ നമ്മൾ സ്ഥിരം എടുക്കുന്ന സ്പോട്ടാണ് ഈ അമ്പല പരിസരം. അപ്പം ഇവിടെ വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന വഴിക്കും ഇവിടെ നാട് മൊത്തം ഓണാഘോഷങ്ങളും കാര്യങ്ങളും, അതുകൊണ്ട് ചുറ്റിക്കറങ്ങി ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇന്നും ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് DJയുടെ ഓസ്മോ 6 എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ഗിംബലാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3 വർഷവും. എന്തിനാണ് 3 വർഷം പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചു, പക്ഷെ അന്ന് യൂസ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഇതെനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ധൈര്യം കിട്ടി. എന്നാലും ഞാൻ വാങ്ങിച്ചു വെച്ച സാധനങ്ങളല്ലേ, ഇതിനെയൊക്കെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? കുറേ വിഷ്വൽസ് വീഡിയോസിലും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരികളായിരുന്ന സാധനങ്ങളായിരുന്നു. അപ്പം ഇതിനെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നാലും അടിപൊളി സാധനമാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് ഏകദേശം 16,000 രൂപ വിലയുണ്ട്. ഇന്നിപ്പം ഇത് റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം 6,000 രൂപ വിലയുള്ളൂ. അത്രമാത്രം വില കുറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. 3 ആക്സിസ് ജിംബലാണ് ഇതിൽ വരുന്നത്. ആക്ഷനാണ്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട്. നമ്മൾ മൊബൈലിലെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓപ്പൺ ബോക്സ് ആയിട്ടൊന്നും കാണിക്കാനില്ല, കാരണം ബോക്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഇതിൻ്റെ കൂടെ 3 സാധനങ്ങൾ. ഒന്ന് മൊബൈൽ ഹോൾഡർ, ഇതൊരു മാഗ്നറ്റ് ടൈപ്പാണ്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കാണിച്ചാൽ, ഇത് ട്രൈപോഡ് സ്റ്റാൻഡ്, ഗിംബൽ നമ്മൾ വയ്ക്കാനുള്ള സ്റ്റാൻഡാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ഹോളുണ്ട്, അതിൽ ട്രൈപോഡായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഗിംബൽ ഓപ്പൺ ആക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ വെച്ച് ഓപ്പൺ ആക്കുക. ഈ മാഗ്നറ്റ് ഇതിൽ നമ്മൾ ഫോൺ വെച്ചതിന് ശേഷം നമ്മൾ വെച്ച് കൊടുത്താൽ അത്രയേ ഉള്ളൂ, സംഭവം റെഡിയാണ്. നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗിംബൽ ഓൺ ആവും. ആ ടൈമിൽ ഓഫ് ആക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഓഫാക്കിയിട്ടേ നമ്മൾ ഇതിലോട്ട് നമ്മുടെ മൊബൈൽ വയ്ക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടറിനും കാര്യങ്ങൾക്കും കംപ്ലയിൻറ്റ് വരും. പിന്നെ ഇവിടെ ഒരു ലോക്കിൻ്റെ സിമ്പിളുണ്ട്. നമ്മൾ ആ ലോക്ക് എടുക്കണം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറക്കിയാൽ മാത്രം മതി, ലോക്കാവും. പിന്നെ ഇത് മൊബൈലായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂടൂത്ത് വഴിയാണ് ഇത് മൊബൈലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു മിമോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, DJ മിമോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ. അതും കൂടി മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ആ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ റെക്കോർഡിങ്, സൂം ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബട്ടൺസും കാര്യങ്ങളുണ്ട്. ഇതിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബട്ടണാണ്, അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആക്കാൻ പറ്റും. ഗിംബൽ ഓൺ ആവും. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ ഒരു സ്വിച്ച്. ഇതിൽ 2 ഓപ്ഷൻ വന്നു. ഒറ്റ ക്ലിക്കിൽ ഇത് ഫ്രണ്ട് ക്യാമറയും പിന്നീട് ഒറ്റ ക്ലിക്കിൽ അത് ബാക്ക് ക്യാമറയും. ഡബിൾ ക്ലിക്കിൽ പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആവുകയും ചെയ്യും. പിന്നെ അത് വെർട്ടിക്കൽ ടൈപ്പിലോട്ട് മാറ്റാൻ പറ്റും. ഇത് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ പറഞ്ഞ ഈ ഓപ്ഷനുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ, മിമോയുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മിമോയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ് യൂസ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്ക് റെക്കോർഡിങ്, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ മാറ്റാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സൂം ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഈ എമ്മിൽ തന്നെ മോഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 മോഡ്, ആക്സിസ്, ജിംബൽ മോഡാണ്, ആക്ഷൻ മോഡുകളാണ് നമുക്കിതിൽ വരുന്നത്. ആ മോഡ് ഓപ്ഷൻ അത് ജിംബലായിട്ട് വരുന്നതാണ്. അത് നമ്മുടെ മൊബൈലായിട്ട് വരുന്ന ബന്ധമല്ല. ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജിംബിൽ വർക്കാവുന്നതുകൊണ്ട് ആ മോഡും നമ്മുടെ സ്റ്റഡി ആക്കാനും ലാൻഡ്സ്കേപ്പ് ആൻഡ് വെർട്ടിക്കൽ ആക്കാനുള്ള ഓപ്ഷൻ, ആ 2 ഓപ്ഷൻ മാത്രമേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ നേരത്തെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ആ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു വിഷ്വൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പം ക്യാമറ ചരിഞ്ഞാണ്ടിരിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് അതിനെ സ്റ്റഡി ക്യാമറ ആക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ ലാൻഡ്സ്കേപ്പിൽ നിന്നാലും വെർട്ടിക്കൽ ടൈപ്പിൽ നിന്നാലും എങ്ങനെ നിന്നാലും ക്യാമറ ചിലപ്പോൾ ചരിഞ്ഞോ മേളോ താഴെയോ എങ്ങനെയായിരിക്കും ഗിംബൽ നിൽക്കുന്നത്. ആ ടൈമിൽ നമ്മൾ അതിനെ സ്റ്റഡി ആക്കാൻ വേണ്ടി, ഒറ്റയടിക്ക് സ്റ്റഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് നമ്മൾ ഒരു ലെവലിന് സ്ട്രൈറ്റ് ആയിട്ട് വന്ന് നിൽക്കും. പിന്നെ ഒരു തവണ മാത്രം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ഇപ്പോൾ ഒരാളിൽ നിന്ന് സംസാരിക്കുകയാണ്, സംസാരിക്കുന്ന സമയത്ത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മുഖത്തൊരു ബോക്സ് വരും. ബോക്സ് വന്നിട്ട് അതിനനുസരിച്ച് ജിംബൽ ഓട്ടോമാറ്റിക്ക് അവരെ ഫോളോ ചെയ്തോളും. എന്ന് വെച്ചാൽ ഇത് എണീറ്റ് പോയി നടക്കുന്നതല്ല. നമ്മൾ ഒരിടത്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ കറങ്ങി സംസാരിക്കുകയാണെങ്കിൽ ജിംബൽ അനുസരിച്ച് മൂവ് ചെയ്ത് അതിനനുസരിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ എങ്ങനെയുണ്ടെന്ന് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു സി പോർട്ട്, ഇതിലാണ് നമ്മളിത് ചാർജ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മണിക്കൂറോളം ചാർജ് നിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മളിത് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടും ഏകദേശം എനിക്കൊരു 2-3 മണിക്കൂറൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് സെൽഫി സ്റ്റിക്കായിട്ട്, ഇപ്പോഴും ഇത് ആക്ച്വലി സെൽഫി സ്റ്റിക്ക് പോലെ തന്നെയാണ്, അല്ലെങ്കിലും കുറച്ചും കൂടി ഹൈറ്റ് ചെയ്യാനും ഇതിന് നമുക്ക് പറ്റും. സെൽഫി ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഹൈറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഹെഡ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ മോട്ടർ വെച്ച് ബാക്കി കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഹോൾഡറിലാണ്. ഈ ഹോൾഡറിൽ തന്നെ ഒരു സിമ്പിളുണ്ട്, ക്യാമറയുടെ ഒരു സിമ്പിളുണ്ട്. ആ ക്യാമറ സിമ്പിളിൻ്റെ അങ്ങോട്ടായിരിക്കണം മൊബൈൽ വരേണ്ടത്. അങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം വർക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഇവിടെയാണ് വരുന്നത്. അപ്പം നമ്മുടെ അതിനനുസരിച്ചിട്ടാണ് വയ്ക്കേണ്ടത്. ക്യാമറയുടെ ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം വിവോ X200
പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൊബൈലിലായിരുന്നെങ്കിൽ അന്നത്തെ ഫാംവെയർ ആണോ കാരണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് കറക്റ്റ് സെൻറ്ററൊക്കെ കണക്കാക്കി വെച്ചാലേ ഈ സംഭവം നമുക്ക് ജിമ്പൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൽ വാർണിങ്ങും കാര്യങ്ങളൊക്കെ അടിക്കുമായിരുന്നു. പക്ഷേ ഇതിൽ കുഴപ്പമില്ല, കാരണം ക്യാമറയുടെ പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത്. എന്നിട്ട് പോലും ജിമ്പൽ അത് എടുക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഇതിൽ മാഗ്നറ്റിക് ആണ്, ഇത് നമ്മുടെ ഗിംബലിലോട്ട് വെച്ച് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ആയിട്ട് കണക്റ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത്. അതിലൊരു ലോക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കുണ്ട്, ഒരു വെള്ള പോയിൻറ്റും ഉണ്ട്, ഒരു ആരോ കീ ഉണ്ട്. അതിനനുസരിച്ച് കറക്റ്റായിട്ടാണ് വയ്ക്കേണ്ടത്. നല്ല മാഗ്നറ്റിക് ആയതുകൊണ്ട് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫോൺ വെച്ചിരിക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് ഓൺ ആക്കേണ്ടത് ഈ എം എന്ന് പറഞ്ഞതിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കാണ് ഓൺ ആവുന്നത്. അപ്പോഴത്തേക്ക് ഒരു ഡിസ്പ്ലേ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വച്ചിരിക്കുന്നത് ശരിയല്ലായിരുന്നെങ്കിൽ ആദ്യം കാണുന്ന പച്ച ലൈറ്റ് ഒരു റെഡ് ലൈറ്റ് ആയിട്ടായിരുന്നു കത്തുന്നത്. എനിക്ക് ഈ ഫോൺ വെച്ചിരുന്നു, ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് വച്ച സമയത്ത് എനിക്ക് ആ റെഡ് കാര്യങ്ങൾ ഒരിടത്ത് വച്ചിട്ട് സ്റ്റെബിലൈസേഷൻ ചെയ്യാനുള്ള ഒരു കുറച്ച് ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോണിൽ എനിക്കത് കാണിച്ചിട്ടേ ഇല്ല. പിന്നെ അതിന് താഴെ ഒരു പച്ച വരുന്നുണ്ട്, അത് നമ്മുടെ ബാറ്ററി കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. അതിനുശേഷം ഒരു മോഡുകൾ വരുന്നു, മോഡിൻ്റെതാണ് പറഞ്ഞത്. ആ എമ്മിൽ നിൽക്കുമ്പോൾ ആ മോഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ഏതൊക്കെ മോഡാണെന്നുള്ളത് കാണിക്കും. താഴത്തെ റെക്കോർഡ് ബട്ടണാണ്. ഇനി മൊബൈലിൽ ഞാൻ ആപ്ലിക്കേഷൻ എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. DJI Mimo എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിതിനു വേണ്ടി ഫോണിൽ ബ്ലൂടൂത്ത് മാത്രം ഓണാക്കിയാൽ മതി. ഓണാക്കിയതിന് ശേഷം താഴെ ഒരു ക്യാമറ ഐക്കണുണ്ട്, അതിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓണാക്കുള്ളതും ഓൺലൈൻ വൺ ടൈം എന്താ സെറ്റിങ്സും കാര്യങ്ങളും ചോദിക്കും. നമ്മുടെ ഏതാണ് മോഡൽ എന്ന് കാണിക്കും. ഇപ്പം നമ്മൾ ഈ ഗിംബലല്ല, വേറെ ഗിംബലോ വേറെ എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് അവിടെ എന്താണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഗിംബലിൽ ഓരോ മോഡുകളുണ്ട്. മോഡുകൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. പിന്നെ റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ആവുന്നുണ്ട്, ഓഫാക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ നേരത്തും ആ സമയത്തും യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ഇങ്ങനെ മേളിൽ പോയി ഹൈറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിനും കാര്യങ്ങൾക്ക് അതാണ് ഈ ബട്ടൺസ് കാര്യങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു തവണ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയാവും, ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയാവും, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മോഡാവും, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെർട്ടിക്കലാവും. പിന്നെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ, സൂം ഔട്ട്, സൂം ഇന്ന്, അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കറക്കാനും തിരിക്കാനും ഉണ്ട്. പിന്നെ നമുക്ക് മോഡിനനുസരിച്ചാണ് ഈ ജോയ്സ്റ്റിക്ക് വർക്കാവുന്നത്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന മോഡനുസരിച്ചിട്ടാണ് ജോയ്സ്റ്റിക്ക് കറക്റ്റ് ഇങ്ങനെ വർക്കാവുന്നത്. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളെല്ലാം പക്കയാണ്. അടുത്ത മോഡ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത രീതിക്ക് വർക്കാവും. നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ എല്ലാം ഒരേപോലെ അല്ലേ എന്ന്, പക്ഷേ ഒരേപോലെ അല്ല, വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലെ ആയിരിക്കും, വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മുടെ റീൽസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് കറങ്ങാൻ നേരത്തെ നമ്മുടെ ജിമ്മലിൻ്റെ ഒരു പോർഷൻ ഇവിടെ കയറി വന്നിട്ടുണ്ട്. അത് ഈ സൈഡിലോട്ട് കറങ്ങാൻ നേരത്താണ്. നമുക്ക് ഇപ്പുറ സൈഡിലോട്ട് കറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അടിപൊളി വിഷ്വൽസും കാര്യങ്ങളും എടുക്കാൻ ഒരു കിടിലം പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പം അത്യാവശ്യം എല്ലാ മൊബൈലിലും സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവനും കൂടി ഉണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു മറ്റൊരു ഓപ്ഷൻ, നമ്മളെ ഫോളോ ചെയ്ത് വരും എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരു റൂമിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലോ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു ക്യാമറമാൻ ഇല്ലാതെ വർക്ക് ചെയ്യണം, നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്ന വിചാരിച്ചോ, ആ ടൈമിൽ നമ്മൾ ഇതേപോലെ ആക്ഷൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ആവുന്നതനുസരിച്ച് ഇവൻ നമ്മുടെ കൂടെ മൂവായി വരും. നമ്മൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വരും. അതാകുമ്പോൾ വേറൊരു ക്യാമറമാനും ആരെ താങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ നിന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ അടിപൊളി ഫീച്ചേഴ്സ്. പിന്നെ സ്റ്റെബിലൈസേഷനാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഈ ആപ്ലിക്കേഷൻ വഴി മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ നോർമൽ ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ കിട്ടും, പക്ഷേ ബാക്കിയുള്ള ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. സൂമിങ്ങുള്ള ബട്ടൺസിലൊന്നും സൂമിങ്ങോ മറ്റോ കാര്യങ്ങളൊന്നും ക്യാമറ ചേഞ്ച് ചെയ്യാനൊന്നുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഇതേപോലെ സെൽഫി ആയിട്ട് യൂസ് ചെയ്തിട്ട് ട്രാക്കിംഗ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താലും അത് എന്നിട്ട് തന്നെ ട്രാക്ക് ചെയ്ത് വരും. നമ്മുടെ എപ്പോഴും ക്യാമറ നമുക്ക് തിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ചിലപ്പം വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ ട്രാക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം എന്നെ തന്നെ അത് ഫോക്കസ് ചെയ്തിരിക്കും. നല്ല രസമുണ്ട്, നല്ലൊരു ഓപ്ഷനാണ്. ട്രാക്കിംഗ് ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.